പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന്റെ വലിയ വിജയത്തിനു ശേഷം മോഹൻലാലിന്റെ അടുത്ത ചിത്രം റിലീസിനൊരുങ്ങുകയാണ്. ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ഏപ്രിൽ 25-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. 15 വർഷത്തിനു ശേഷം മോഹൻലാലിനൊപ്പം നായികയായി ശോഭന വേഷമിടുന്ന ചിത്രം കൂടിയാണിത്. അമൽ നീരദ് സംവിധാനം ചെയ്ത സാഗർ ഏലിയസ് ജാക്കിയിലാണ് ഇരുവരും ഒടുവിലൊന്നിച്ച് അഭിനയിച്ച ചിത്രം. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും. ചിത്രത്തിൽ ശോഭനയ്ക്കൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ച് നടൻ മോഹൻലാൽ പറഞ്ഞതിങ്ങനെയാണ്: ഞങ്ങൾ ഒരുമിച്ച് 15-ലധികം സിനിമകളിൽ നായികാനായകന്മാരായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവർ നൃത്തത്തിനു വേണ്ടി സിനിമയിൽ നിന്ന് മാറി നിന്നു. വലിയൊരു ഇടവേളയെടുത്താണ് അവർ തിരിച്ചു വന്നത്. ശോഭനയുമായി വീണ്ടും ഒന്നിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ച ഓരോ സിനിമയും സ്പെഷ്യലാണ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അഭിനയിച്ചപ്പോൾ അവർക്ക് വലിയ മാറ്റം വന്നതായി തോന്നിയിട്ടില്ല. പണ്ട് ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ശോഭന, മോഹൻലാൽ പറയുന്നു. ചിത്രത്തിലെ മോഹൻലാലിന്റെയും ശോഭനയുടെയും അഭിനയത്തെക്കുറിച്ചുമൊക്കെ സംവിധായകൻ തരുൺ മൂർത്തിയും കൗമുദിയോട് പ്രതികരിച്ചു. ചിത്രത്തിലെ മോഹൻലാലിന്റെ 2 സീക്വൻസുകൾ കട്ട് ചെയ്യേണ്ടി വന്നുവെന്നും സംവിധായകൻ പറയുന്നു. ആരൊക്കെ എന്തൊക്കെ സജഷൻസ് പറയുമ്പോഴും സിനിമയ്ക്കത് ഗുണമാണോ ദോഷമാണോ എന്ന് അറിയേണ്ടത് സംവിധായകനാണ്. ഇപ്പോൾ ലാലേട്ടനായാലും സെറ്റിൽ വെള്ളം കൊണ്ടുവരുന്ന ആളായാലും പറഞ്ഞാൽ നമ്മൾ ഈഗോ ഇല്ലാതെ കേൾക്കണം. ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ലളിത എന്ന കഥാപാത്രത്തിനായി തങ്ങളുടെ മനസ്സിൽ ശോഭന തന്നെയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ ശോഭനയിലേക്ക് എങ്ങനെ എത്തുമെന്ന സംശയം മൂലം മറ്റു ഓപ്ഷനുകൾ ആലോചിച്ചു. അങ്ങനെ ജ്യോതികയെ ഈ കഥാപാത്രത്തിലേക്ക് നോക്കി. ജ്യോതികയ്ക്ക് കഥ ഇഷ്ടമായി. എന്നാൽ ഡേറ്റ് ക്ലാഷ് മൂലം ശോഭനയെ തന്നെ വിളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് തരുൺ പറഞ്ഞു. ശോഭന മാഡത്തേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഈ സിനിമയിലില്ല എന്ന് ഞാൻ സുനിലിനോട് പറഞ്ഞപ്പോൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പിന്നീട് ഞങ്ങൾ ലാൽ സാറിനൊപ്പം ഇതുവരെ കാണാത്ത കോമ്പിനേഷൻ നോക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ജ്യോതികയിലേക്ക് എത്തിയത്. തുടർന്ന് ജ്യോതികയുടെ വീട്ടിൽ പോയി കഥ പറഞ്ഞു. അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ജ്യോതിക മാഡവും സൂര്യ സാറും ചേർന്ന് ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ശോഭന മാഡത്തെ വിളിച്ചു, തരുൺ പറയുന്നു. കൂടാതെ ഷൂട്ടിംഗ് ഇടവേളയിൽ മോഹൻലാലിനും ശോഭനയ്ക്കുമൊപ്പമുണ്ടായ ഒരു രസകരമായ സംഭാഷണവും തരുൺ വിവരിക്കുന്നുണ്ട്. ശോഭന കുറേ നാളായി സിനിമാ മേഖലയിൽ സജീവമല്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സിനിമാ രീതികളെക്കുറിച്ചൊക്കെ അറിയാമോ എന്നാണ് തരുണിന്റെ ചോദ്യം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്നാണ് ശോഭന മറുപടി നൽകിയത്. കൂടാതെ കൂളായി ശോഭന മാം പറഞ്ഞു, ഞാനും നീയും ലാലിന്റെ തോളിൽ കയറി ഇരുന്നാൽ മതി, ബാക്കി പുള്ളി നോക്കിക്കോളും. ഒരു തോളിൽ നീയും മറ്റേ തോളിൽ ഞാനും. ലാൽ നമ്മളെ കറക്റ്റായി കൊണ്ടുപോകും. ശോഭന ഈ പറഞ്ഞതിനെയാണ് താൻ ഫോളോ ചെയ്തതെന്ന് തരുൺ മൂർത്തി പറയുന്നു. നിർമ്മാതാവിനാണെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കലുകൾ ഒന്നുമില്ല. ഓവറോൾ ഒരു ടീം വർക്കാണ് സിനിമയെന്ന് പറയുന്നത്. ഈ സിനിമ എന്നല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു 15 മിനിറ്റോളം അടുത്തുള്ള സീനുകൾ ഡിലീറ്റായി പോയിട്ടുണ്ട്. ലാലേട്ടന്റെ നല്ല 2 പെർഫോമൻസ് സീക്വൻസുകൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് അത്രയും വേണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകളായിരുന്നു അത്, തരുൺ പറയുന്നു. മോഹൻലാൽ ശോഭനയെ കൂടാതെ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, ഇഷാദ് എന്നിവരും ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളായി എത്തുന്നു. ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയായിരിക്കും ചിത്രമെന്നാണ് ട്രെയിലറും പോസ്റ്ററുകളും സൂചിപ്പിക്കുന്നത്.